UDFിന്റെ അതായത് UDFുമായിട്ടുള്ള ധാരണ പ്രകാരം തന്നെ ലീഗിന് നൽകിയ കോങ്ങാട് സീറ്റ് കോൺഗ്രസ്, അതായത് പാലക്കാട് കോങ്ങാട് സീറ്റ് ഈ കോൺഗ്രസ് ഏറ്റെടുത്തതിന് പിന്നിൽ BJPയുമായിട്ടുള്ള ഒരു ഒത്തുകളി നടക്കുന്നു എന്ന് പറഞ്ഞൊരു വിമർശനം ഇപ്പൊ ശക്തമായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അതായത് മലമ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി BJPക്ക് വോട്ട് മറിക്കും. അതായത് തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ നമ്മൾ കണ്ട അതേ കാഴ്ച തന്നെയാണ് അവിടെയും നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊരു വിമർശനം പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്നത് പോലെ തിരിച്ച് ഇതുണ്ട്, അതായത് പകരം കോങ്ങാട് BJP വോട്ട് കോൺഗ്രസിലോട്ടും മറിയും. ഈ രീതിയിലാണ് കാര്യങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനെ അങ്ങനെ വെറുതെ ഒരു ചെറിയ വിമർശനമായിട്ട് മാത്രം കണ്ട് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ രാഷ്ട്രീയമായി കാണാനും വ്യക്തിപരമായ കാര്യങ്ങളെ വ്യക്തിപരമായ നിലയിൽ ഉൾക്കൊള്ളാനും നിൽക്കുക എന്നുള്ളതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെ, അവിടുത്തെ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് DCCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ബലി കഴിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മലമ്പുഴ സീറ്റിൽ ഇപ്പോൾ UDFിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കാൻ ഒരു സ്വതന്ത്രം എന്നുള്ള നിലയിലാണ് നമ്മുടെ VSന്റെ സന്തത സഹചാരി എന്നൊക്കെ പറയുന്ന സുരേഷ് ഇറങ്ങുന്നത്. അപ്പം പുള്ളി ഇറങ്ങുന്ന സാഹചര്യത്തിൽ UDF അയാളെ പിന്താങ്ങുകയും ചെയ്യുന്നു. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതൊരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ പിന്തുണച്ചു കഴിഞ്ഞാൽ ദുർബലനാണ്. അതേസമയം കോങ്ങാട് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം കോങ്ങാട് സീറ്റിൽ ഇപ്പോൾ ഉള്ളതെന്ന് CPM-കാരനായ ഒരു നേതാവാണ്. ഇപ്പോൾ ഒരു വനിതയാണ്, ശാന്തകുമാരി എന്ന് പറയുന്നൊരു വനിതയാണ് ഇപ്പോൾ കോങ്ങാട് സീറ്റിൽ അല്ലെ കോങ്ങാട് MLA എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ KV സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരാളെ KV വിജയദാസ് എന്ന് പറയുന്ന ഒരാളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവരെല്ലാം നിൽക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ UC രാമൻ അവിടെ മത്സരിച്ചിരുന്നു. 27,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ അവിടെ കോങ്ങാട് സീറ്റ് CPIM പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഈ സീറ്റ് CPIM പിടിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിക്കുന്ന LDFിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ് കോങ്ങാട് സീറ്റ്. അവിടെ നിലവിൽ ശരിക്കും 2016, 2011 ഈ 2 ഘട്ടങ്ങളിലായിട്ടാണ് അവിടെ കോൺഗ്രസ് മത്സരിച്ചത്. 2 തവണയും കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോൾ നിരന്തരം 2 തവണയും പരാജയപ്പെട്ട ഒരു സീറ്റായതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസ് എന്ത് ചെയ്തു, ലീഗിനെ ബലിയാടാക്കിക്കൊണ്ട് ലീഗിന് ആ സീറ്റ് അങ്ങ് ഹാൻഡ് ഓവർ ചെയ്തു. ലീഗിന് ആ സീറ്റ് കൊടുത്തപ്പോഴും സംഭവിച്ചത് എന്താ, അവിടെ LDFിൻ്റെ ഒരു കോട്ടയാണ്. ആ കോട്ട തകർക്കാൻ ലീഗിനെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലീഗ് അവിടെ വീണ്ടും പരാജയപ്പെട്ടു. ഇപ്പം ലീഗിൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് തിരിച്ച് കോൺഗ്രസ് പിടിക്കാനുള്ള വഴിയാണ് നോക്കുന്നത്. അതിനുള്ള ഒരു തന്ത്രമാണ് ഈ പറയുന്ന മലമ്പുഴ സീറ്റ് എന്ന് പറഞ്ഞാൽ. ഈ മലമ്പുഴ സീറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, മലമ്പുഴ സീറ്റിനെ സംബന്ധിച്ച് അവിടെ അതുവരെ ഇല്ലാതിരുന്നൊരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നു. അതായത് BJP 2ാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു അത്ഭുത പ്രതിഭാസം അവിടെ സംഭവിക്കുന്നുണ്ട്. 16-ന് ശേഷം അവിടെ മലമ്പുഴയിൽ വിജയിക്കുക C. കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. C. കൃഷ്ണകുമാർ നമുക്കറിയാം കഴിഞ്ഞ തവണ പാലക്കാട് നിന്ന് 2ാം സ്ഥാനത്തേക്ക് പോയ BJPയുടെ നേതാവാണ്. അപ്പം മലമ്പുഴ C. കൃഷ്ണകുമാറിൻ്റെ ഒരു സീറ്റായി മാറുന്നു. അപ്പം 2ാം സ്ഥാനത്ത് ഇരിക്കുന്ന മലമ്പുഴയിൽ വിജയിക്കുക എന്നുള്ളതാണ് എളുപ്പം. ആർക്ക്? BJPക്ക് ഇനി 1ാം സ്ഥാനത്തേക്ക് എത്തിയാൽ മതി. അപ്പോൾ 2, 3 സ്ഥാനം UDF അവിടെ തോറ്റാലും വേണ്ടില്ല. നമ്മൾ ആലോചിക്കണം, UDF എന്ന് പറയുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ അവിടെ മലമ്പുഴയിൽ 2ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 2ാം സ്ഥാനത്ത് ആയിരുന്ന UDF ഇപ്പം 3ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തായിരുന്ന BJP 2ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സവിശേഷമായ പ്രതിഭാസം. അവിടെ എന്ന് വെച്ചാൽ UDFിൻ്റെ ശക്തി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ മലമ്പുഴയിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി കോങ്ങാട് സീറ്റ് എന്തിനാണ് ലീഗിൻ്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. കോങ്ങാട് സീറ്റ് ലീഗിൻ്റെയും തിരിച്ചു പിടിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം, അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമളകുമാരി അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ഇപ്പോൾ MP-യുടെ ഭാര്യയെ അവിടെ മത്സരിപ്പിക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. അപ്പം ഭാര്യയെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോങ്ങാട് സീറ്റ് ഇപ്പം തിരിച്ചു പിടിച്ചത്. ഇനി എന്താണ് ഡീൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ VK ശ്രീകണ്ഠൻ ആലോചിക്കുന്നത് സ്വന്തം ഭാര്യ കോങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നു. കോങ്ങാട് മണ്ഡലത്തിൽ സ്വന്തം ഭാര്യ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവർ വിജയിച്ച് കാണണമെന്നാണല്ലോ ഒരു MP ആയും ഭർത്താവായി നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്താണ് നിങ്ങളൊരു കാര്യം ചെയ്യുക. എവിടെയാണ് ഡീലിൻ്റെ ഒരു പ്രസക്തി വരുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ ഭാര്യ ഇവിടെ മത്സരിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചോളൂ. മീൻസ് അവിടെ ഇതുവരെ LDFിൻ്റെ കോട്ടയായി നിൽക്കുന്ന കോങ്ങാട് മണ്ഡലത്തിൽ ഇനിയും കോൺഗ്രസ്സുകാരിയായ എൻ്റെ ഭാര്യ അവിടെ ജയിച്ചു വരും. അതിന് നിങ്ങളുടെ സഹായം കൂടിയേ തീരും. അതായത് അവിടെയുള്ള BJP വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് പോയാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മലമ്പുഴയിൽ
നിങ്ങൾക്കുള്ള സ്ഥാനാർത്ഥിക്ക് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ഇത് മാന്യമായ ഡീലാണ്, മാന്യമായ ഡീലാണ് ഇപ്പൊ ഈ നടക്കുന്ന സാധനം. ഇനി ഇവിടെ ലീഗിന്റെ ഈ സീറ്റ് ഉണ്ടല്ലോ, ഈ ലീഗിന്റെ സീറ്റ് പട്ടാമ്പിയിൽ അങ്ങ് തന്നേക്കാം എന്നുള്ളതാണ്. ഇപ്പൊ ലീഗിന് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ സീറ്റ് നഷ്ടപ്പെടും. അപ്പൊ ഇവിടുന്ന് സീറ്റ് നഷ്ടപ്പെടുമ്പോൾ പട്ടാമ്പിക്ക് ഒരു സീറ്റ് കൊടുത്തേ പറ്റൂ എന്ന് പറയുന്ന രീതിയിലൊരു മൂവ്മെന്റ് അവിടെ നടത്തും. എന്നാൽ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം അത് CPIയുടെ കോട്ടയാണ്, CPIയുടെ ഉറച്ച സീറ്റാണ്. മുഹമ്മദ് മൂസിൻ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ MLA ആയിട്ട് നിൽക്കുന്നത്. അപ്പം അവിടെയും ഈ പറയുന്ന ലീഗിനെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കാൻ ലീഗിന് ഇല്ലാതെ വരികയും ഈ പറയുന്ന മുഹമ്മദ് മൂസിൻ മിക്കവാറും ഇത്തവണയും മത്സരിക്കുകയാണെങ്കിൽ അവിടെ ലീഗ് വീണ്ടും പരാജയപ്പെടുകയും ചെയ്യും. ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ മലമ്പുഴയിലെ സീറ്റ് പതിവ് പോലെ തന്നെ പോവും, പട്ടാമ്പിയിലെ സീറ്റും പോവും. ഇവിടുത്തെ ഈ സീറ്റ് BJPയുടെ വോട്ട് കൊണ്ട് വേണമെങ്കിൽ പിടിക്കാം. അങ്ങനെ വന്നാലും ഇവിടെ LDFനും കിട്ടാൻ, മലമ്പുഴ LDFനും കിട്ടാൻ പോകുന്നില്ല, UDFനും കിട്ടാൻ പോകുന്നില്ല, അവിടെ BJP അവർ ജയിപ്പിക്കും. ഇതാണ് ഡീല്. ഈ ഡീല് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഉയർന്നു കേട്ടത് പാലക്കാടാണെന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാടും കോങ്ങാട് മലമ്പുഴ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉയർന്നു കേട്ടെന്നേ ഉള്ളൂ. എന്നാൽ ഈ ഒരു കാര്യത്തിന്, അതായത് ഈ ഭാര്യയെ മത്സരിപ്പിക്കുകയും ഇങ്ങനെ ഒരു ഡീല് നടത്തുകയും ചെയ്യുക, ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നതാരെന്നറിയോ? ഷാഫി പറമ്പിലാണ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് അങ്ങനെ ഒരു ഡീലിന് തയ്യാറാകുമോ? എന്നാൽ തയ്യാറായി. എന്തുകൊണ്ടാണ് അങ്ങനെ ഡീൽ നടന്നു കഴിഞ്ഞു? എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ തയ്യാറാവുന്നത്? ഷാഫി പറമ്പിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്, എന്താ അങ്ങനെ ഞാൻ ഇതെല്ലാം സമ്മതിച്ചു തരാം, ഈ പറയുന്ന ഡീലിനും കാര്യങ്ങൾക്കും ഭാര്യയെ മത്സരിപ്പിക്കും, എന്ത് വേണോ ചെയ്തു, പക്ഷെ ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് മത്സരിപ്പിക്കണം. ഇതാണ് ഡീല്. ഇതാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി എന്തുകൊണ്ട് നാശോന്മുഖമാകുന്നു എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുമ്പോൾ ഇത് തന്നെയാണ്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയെ ഇല്ലാതാക്കുന്നു, ഹനിക്കുന്നു. ഇതുകൊണ്ടാണ് പലയിടങ്ങളിലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതെന്നേ. ഇപ്പൊ ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ഇതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരാളുണ്ടല്ലോ, ആരാ? രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാള് ഏത് കേസിലകത്ത് പോയത്? സ്വാതന്ത്ര്യ സമരത്തിൽ നയിച്ചതിന്റെ പുറത്താണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വീട് വെച്ചു കൊടുത്തതിന്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ വല്ലതും ആണോ? ഒന്നുമല്ല. ഇനിയിപ്പോ സ്മൈൽ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വിചാരിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്ത് ചെയ്ത് കൊടുക്കുക, സ്പോൺസർഷിപ്പ് ആണെന്നേ. ഇനി നാളെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ആരോപണം വരുമെന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതായത് അവിടുത്തെ എനിക്കൊന്ന് അദ്ദേഹം ഒരു പിന്നെ നിർമ്മാതാവൊക്കെയാണ്, അദ്ദേഹത്തിന്റെ പണവും വലിയൊരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്മൈൽ പ്രോജക്റ്റ് നടത്തുന്നത്. അപ്പൊ നാളെ ഇനി പിന്നെ ഇദ്ദേഹത്തെ പറ്റിച്ച വകയെന്നോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഉടായ്പകൾ നടന്നിട്ടുണ്ടെന്നോ, ഇനി അല്ലെങ്കിൽ ഈ ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടി, മണി ലോണ്ടറിങ് പോലെയുള്ള പരിപാടികൾ ഇതിനകത്ത് നടന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നാളെ അറിയാൻ പറ്റുള്ളൂ. ഇത് എവിടെ നിന്ന് കിട്ടിയ പണമാണെന്നൊക്കെയുള്ള കാര്യം. അപ്പോഴും അതും വിവാദത്തിന് പുറത്തല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാളെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഷാഫി പറമ്പിൽ കെട്ടിയിറക്കിയതാ. ഇനി രമേശ് പിഷാരടി വരുന്നു. ഈ രമേശ് പിഷാരടി എന്ന് പറയുന്നത് കോട്ടയംകാരനാ. അപ്പൊ കോട്ടയം സ്വദേശിയും എറണാകുളത്ത് സ്ഥിരതാമസക്കാരനുമായി നിൽക്കുന്ന രമേശ് പിഷാരടി എന്ന് പറയുന്ന ചലച്ചിത്ര താരത്തെ പാലക്കാട് കൊണ്ട് മത്സരിപ്പിക്കുന്നു. രണ്ട് തമ്മിലുള്ളൊരു വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ കോട്ടയം സ്വദേശിയാണ്, അദ്ദേഹം ജന്മം കൊണ്ട് കോട്ടയംകാരനും, ബാക്കി അദ്ദേഹത്തിന്റെ ഈ മേഖലകളിലേക്ക് സിനിമയും അതോടെ മിമിക്രി തുടങ്ങിയ മേഖലകളിലേക്ക് പോയപ്പോൾ പുള്ളി എറണാകുളം താമസക്കാരനും, പിന്നെ അവിടുന്ന് പാലക്കാടേക്ക് മത്സരിക്കാനും പോകുന്നു. എത്ര വിരോധാഭാസമാണ് നടക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്രമാത്രം മോശമായ കാര്യമാണ്. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഷാഫിയുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പരിഗണിക്കുന്നു. രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ? ഇല്ല. ഏതെങ്കിലും സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി നിന്നുള്ള പ്രവർത്തന പരിചയ പാരമ്പര്യമുണ്ടോ? അതും അവകാശപ്പെടാനില്ല. അപ്പൊ ഇങ്ങനൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാളെ അവിടെ കൊണ്ടുവന്ന് വീണ്ടും പാലക്കാട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനം. ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തിനകത്തും ഇപ്പം വി കെ ശ്രീകണ്ഠൻ എന്താ ഇതിനെല്ലാം തയ്യാറാവുന്നത്? വി കെ ശ്രീകണ്ഠൻ തയ്യാറാവുന്ന എന്റെ പ്രധാനപ്പെട്ട കാരണം സ്വന്തം ഭാര്യയെ വേറൊരു കോങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നു. എന്തുകൊണ്ടാണ്? എന്നിട്ട് കോങ്ങാട് മണ്ഡലത്തിൽ സ്വന്തം ഭാര്യയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് BJP വഴിവെട്ടി കൊടുക്കുന്നു മലമ്പുഴയിൽ. അപ്പൊ ഇങ്ങനെ പറയുന്ന കള്ളത്തരങ്ങൾ നടത്തിക്കൊണ്ട് ഇനി ഇതെല്ലാം പോട്ടെ, ഇനി പാലക്കാടും ചിലപ്പോൾ ഡീല് വരും. പാലക്കാട് മണ്ഡലത്തിൽ BJP പിന്നെ ശോഭാ സുരേന്ദ്രൻ ഡീല് വരും. ഇതിപ്പോ നമ്മൾ പുറത്തറിഞ്ഞു എന്ന് പറയാം. പുറത്തറിയാതെ എത്ര ഡീൽ ഇപ്പൊ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എടുക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നു നമ്മൾ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ എന്തൊക്കെ നടന്നു എന്ന് നമ്മൾ കണ്ടു. ഇപ്പൊ വരാൻ പോകുന്നത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിലും എവിടൊക്കെ ഡീൽ ഇപ്പൊ നടന്നിട്ടുണ്ടാവും. ഇത് മാത്രം ഇപ്പൊ പുറത്തോട്ട് വന്നു, അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന എത്ര ഡീലിങ്സ് ഇപ്പൊ തന്നെ നടന്നിട്ടുണ്ടാവും. എവിടെ? ഉറപ്പായിട്ടും അതല്ലേ ഇവര് അതിനെ മുഖം രക്ഷിച്ചെടുക്കും.
നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് പണ്ടേ തുടങ്ങിയതാണ്. പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട്, പാലക്കാട് പട്ടാമ്പി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പണ്ടേ ഈ പറയുന്ന BJP ആയിട്ട് ഇവർ ഡീൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം പണ്ട് ഇവിടെ AK ഗോപാലിനെയും അതോടൊപ്പം അതായത് AKGയെയും EMSനെയൊക്കെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡീൽ പണ്ടേ ഇവർ പാലക്കാട് കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിയതാണ്. പട്ടാമ്പി കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഡീൽ ഉണ്ടാക്കിയത്. ആ ഡീലിന്റെ തുടർച്ച ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവര് പറയുന്നില്ലേ CPM BJP തമ്മിലാണ് ഡീൽ എന്ന്. എന്നാൽ അല്ല, അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ ഡീല് നടക്കുന്ന മുഴുവൻ ഈ പറയുന്ന കോൺഗ്രസും BJPയും തമ്മിലാണ്. നമ്മൾ ഏത് മണ്ഡലം എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കിയാലും BJP വളർച്ച നേടിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഈ പറയുന്ന കോൺഗ്രസും BJPയും തമ്മിൽ ശക്തമായ അടിയൊഴുക്ക് നടന്നിട്ടുണ്ട്. KC ജോസഫ് അധ്യക്ഷനായിരുന്ന സമിതി തന്നെ മുരളീധരൻ എങ്ങനെ തോറ്റു എന്നുള്ളതിന്റെ കൃത്യമായ റിപ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഡീല് നടന്നിട്ടുണ്ട്, കോൺഗ്രസുകാരുടെ വോട്ട് പോയിട്ടുണ്ട് BJPക്ക്. അതെല്ലാ കാലത്തും കേരളത്തിൽ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന ഇവിടെ ഒരു സെക്കൻഡ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് BJP വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ BJPയുടെ ഘടകകക്ഷിയായിട്ട് കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് NDAയിലെ ഘടകകക്ഷിയായി കോൺഗ്രസ് പാർട്ടി മാറുന്ന ഒരു കാലം അതിവിദൂരമൊന്നുമല്ല. ഒരു 2 ടേം കഴിയട്ടെ. ഈ 2 ടേം കഴിയുമ്പോഴേക്ക് അങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും. NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് കൂടി അതിൽ ഘടകകക്ഷിയായിരിക്കും തീർച്ച.